ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശത്തിലാണ് വിമർശനം. എന്തടിസ്ഥാനത്തിലാണ് പ്രസ്താവന നടത്തിയതെന്ന് കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേർന്ന്. ജിഷ്ണു, എല്ലായിടത്തു നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലാണല്ലോ രാഹുൽ. വിവരങ്ങൾ. കൃഷ്ണരാജ്, 2022 അരുണാചൽ മേഖലയിൽ ഖാൽവൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ചൈനീസ് സൈന്യം ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും സൈന്യം അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ചൈനീസിനെ ചീന പട്ടാളത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷവും ഭാരതത്തിന്റെ സൈന്യത്തെ വിശ്വാസത്തിലെടുക്കാതെ ചൈനീസ് പട്ടാളം ഭാരതത്തിന്റെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും അവിടെ 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തെന്നുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും കൂടാതെ ആ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പ്രസ്താവനയിന്മേൽ രാഹുൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിനെതിരെ മാനനഷ്ട കേസ് നിലവിൽ വന്നിരുന്നു. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയും സുപ്രീം കോടതിയിൽ ഇന്ന് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും കൂടാതെ ജസ്റ്റിസ് AG മാഷിയും അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ്. വളരെ രൂക്ഷമായ വിമർശനമാണ് ആ ബെഞ്ച് രാഹുലിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ്, സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു പ്രസ്താവന നടത്തുന്നതിന് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി രാഹുലിന്റെ അഭിഭാഷകനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി, മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് രാഹുലിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചത്? ഏതെങ്കിലും തരത്തിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസോ മെറ്റീരിയൽസോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു യഥാർത്ഥ ഭാരതീയൻ, ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഒരിക്കലും ഇത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്ന വളരെ രൂക്ഷമായിട്ടുള്ള നിരീക്ഷണവും പരാമർശവും രാഹുലിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. എന്നാൽ മനു അഭിഷേക് സിംഗ്വി അതിന് മറുപടി നൽകിയിട്ടുള്ളത് ആ സമയത്ത് ഇത്തരം വാർത്തകൾ ചില പ്രസ് മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നൊരു വാദം കോടതിക്ക് മുൻപിലേക്ക് വെക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്ത പരാമർശത്തിലാണ് വിമർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.